ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിൻ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കീ ചെയിൻ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു ഗീവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇട്ട ഷോർട്ടിൽ കൂടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് എപ്പോഴാണോ 10K വ്യൂസ് കിട്ടുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരാളെയായിരിക്കും നമ്മൾ പിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി ഈ ഒരു കീ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റെസിന് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന 3:1 പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള റെസിനാണ്. കുറച്ച് വേറെ വർക്കുകളോട് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ റെസിൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റെസിൻ ആർട്ട് വർക്ക് ചെയ്യുന്നവരെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗ്ലൗസും അതുപോലെ തന്നെ മാസ്കും യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. റെസിൻ ആർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും സ്കിൻ അലർജീസും അതുപോലെ തന്നെ തലവേദനയും ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ ഗ്ലൗസും മാസ്കും ഒക്കെ യൂസ് ചെയ്യാതെ ഇത് ചെയ്യുന്നതുകൊണ്ടാണ്. മിക്സ് ചെയ്ത് വെച്ച റെസിനിൽ നിന്നും ഈ ഒരു കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഞാനൊരു സിൽവർ കളറ് മൈക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ഡ്രോപ്പ് ബ്ലാക്ക് കളർ അക്ലിക് പെയിൻറ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് റെസിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഗോൾഡൻ ഫ്ലേക്സ് കുറച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കീ ചെയിൻ നമ്മൾ ഡബിൾ ഷെയ്ഡ് കളറിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് കളർ റെസിനും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ ഗോൾഡൻ കളർ റെസിനും കൂടെ മോൾഡിൻ്റെ രണ്ട് വശത്തു നിന്നും ഒരേപോലെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അനുസരിച്ചിട്ട് അത് ആ ഒരു മോൾഡിലേക്ക് സ്പ്രെഡായി വരും. ഏകദേശം മിഡിൽ പാർട്ടിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിലാണ് നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മോൾഡിൻ്റെ പകുതിയോളം ഫില്ലാവുന്ന രീതിയിൽ വേണം നമ്മൾ റെസിൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ മിക്സ് ഒന്ന് ഡ്രൈ ആവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 8 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആകും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലവ് എന്ന് എഴുതിയിട്ടുള്ള സ്റ്റിക്കറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുമ്പം ആരാണോ നമുക്ക് ഗീവ് അവേ വിന്നറായിട്ട് കിട്ടിയത് അവരുടെ പേരായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റിക്കറിന് പകരം ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ആഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് പ്യുവറായിട്ടുള്ള റെസിന് ഒരു ചെറിയ ലെയറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കീ ചെയിന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് മിനിമം 24 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു വർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന മോൾഡ് കീ ചെയിനൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾ കൂടി വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ ഒരു കീ ചെയിൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഡിമോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ എഡ്ജൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള കീ ചെയിൻ്റെ റിങ്സ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കീ ചെയിന് നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റെസിൻ ആർട്ട് വർക്ക് വെച്ച് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വളരെ നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ഇങ്ങനത്തെ കീ ചെയിൻ മേക്കിങ്ങും അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം മേക്കിങ്ങും ഒക്കെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനം വീട്ടിൽ ഇരുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിച്ചിട്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. എല്ലാവരും ഹാപ്പിയായും പോസിറ്റീവും ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.